السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ, നമസ്കാരങ്ങൾ, മറ്റു മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5-മത്തേത്, വിശ്വസിക്കൽ നിർബന്ധമായ 5-മത്തെ കാര്യം യൗമുൽ ആഖിറ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, റസൂലുകളിലുള്ള വിശ്വാസം. അത് കഴിഞ്ഞാൽ അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ യൗമുൽ ആഖിറത്തിൽ, അന്ത്യദിനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാകുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം. അവിടെയാണ് ദുനിയാവിൽ ചെയ്ത അമലുകൾക്കുള്ള പ്രതിഫലമോ ശിക്ഷയോ ഒക്കെ ലഭിക്കുന്നത്. ആ ജീവിതം കാലാകാലത്തെ ജീവിതമാണ്. ഇതൊക്കെ വിശ്വസിക്കേണ്ടതൊരു മുഅ്മിന് നിർബന്ധമാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ഉറച്ചു വിശ്വസിക്കുന്നവരാകും. എല്ലാ മതഗ്രന്ഥങ്ങളിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവതീർണമായ മുഴുവൻ വേദഗ്രന്ഥങ്ങളും, മുഴുവൻ പ്രവാചകന്മാരും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് എല്ലാത്തിനെയും നിഷേധിക്കുന്നവർ ഉള്ളതുപോലെ തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, അതൊക്കെ കെട്ടുകഥയാണ്, അങ്ങനെ ഒരു യാഥാർത്ഥ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന, നിഷേധിക്കുന്ന ആളുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുമായി മക്കയിലേക്ക് വന്നപ്പോൾ മക്ക കുഫാറുകളും ഇതേ വിശ്വാസക്കാരായിരുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ, എവിടെ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ലല്ലോ, ഇതുവരെ ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, അതൊക്കെ സത്യമല്ല, അതൊക്കെ കള്ളമാണ്, യാഥാർത്ഥ്യമല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുകയുണ്ടായി. ചില ആളുകൾ നുരുമ്പി നശിച്ചു പോയതായ ചില എല്ലിൻ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നിബിധങ്ങളുടെ മുമ്പിലിട്ടിട്ട് പറഞ്ഞു, ഈ എല്ലൊക്കെ ഇനി പുനർജീവിച്ച് മനുഷ്യനായി വരുമെന്നോ, മരണത്തിന് ശേഷം വീണ്ടും നമ്മളെ ജീവിപ്പിക്കപ്പെടുമെന്നോ, ഈ എല്ല് നുരുമ്പി നശിക്കാറായി കിടക്കുന്നു, ഇതിനി പുനർജീവിപ്പിച്ച് അള്ളാഹു കൊണ്ടുവരുമോ, ഇതെങ്ങനെ സാധിക്കും, അസംഭവ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചവരുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സത്യമായ വാർത്തയാണ് നമുക്ക് അറിയിച്ചു തന്നത്. മരണത്തിന് ശേഷം ഉറപ്പായിട്ടും ഒരു ജീവിതമുണ്ട്. ഒരുപാട് കടമ്പകൾ നമ്മൾ ഇനി കാണാനുണ്ട് മരണത്തിന് ശേഷം. അതിനെയാണ് യൗമുൽ ആഖിറ എന്ന് പറയുന്നത്. യൗമുൽ ആഖിറ എന്ന് സാധാരണ പറയുമ്പോൾ 2 കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതായി, ഓരോ മനുഷ്യനും മരണപ്പെട്ടതിന് ശേഷം
ഖിയാമത്ത് നാൾ വരെയുള്ളതായ ഒരു ജീവിതം, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ഒരു ജീവിതം, മഹ്ശറ മൈതാനത്ത് മുഴുവൻ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നതായ സമയം വരെയുള്ളതായ ഒരു ജീവിതം. നമ്മൾ സാധാരണ ഖബർ, ബർസഖ് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. മരിച്ചതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ ഓരോ മനുഷ്യരും ജീവിക്കുന്നതായ ഒരു ലോകം. രണ്ടാമതായി ഖിയാമത്ത് നാളിന് ശേഷം മഹ്ശറ മുതൽ പിന്നെ അങ്ങോട്ട് കാലാകാലത്തെ മറ്റൊരു ജീവിതം. ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് അന്ത്യദിനത്തെ തിരിക്കുക. അതിന് ഒന്നിനെ ഖബർ ജീവിതം എന്ന് പറയും, രണ്ടാമത്തേത് പരലോക ജീവിതം എന്ന് പറയും. രണ്ടിനെയും കുറിച്ച് യൗമുൽ ആഖിർ എന്ന് സാധാരണ യൗമുൽ ഖിയാമ എന്നും യൗമുൽ ആഖിർ എന്നും ഒക്കെ ഖുർആനിൽ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കടമ്പ മരണപ്പെട്ടതു മുതൽ മഹ്ശറ വരെയുള്ളതായ ഒരു ജീവിതമാണ്. ഇത് ഈ ലോകത്ത് തന്നെ നമ്മൾ അനുഭവിക്കാനുള്ള മറ്റൊരു ജീവിതമാണ്. അതിനെയാണ് യൗമുൽ ആഖിർ, മറ്റൊരു ദിവസം എന്നാണ് അതിനെ സാധാരണ അറബിയിൽ പറയുന്നത്, ഖുർആനിൽ പറയുന്നത്. ഇതൊരു ദിവസം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ദിവസം, മരിച്ചതിന് ശേഷം മറ്റൊരു ദിവസം. ഇതേ ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു ലോകം. മരിച്ചതിന് ശേഷം നമ്മളെ ഖബറിൽ കൊണ്ടുവയ്ക്കും. അവിടെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും. അവിടെ സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ, സ്വർഗത്തിന്റെ സുഖങ്ങളോ അല്ലെങ്കിൽ നരകത്തിന്റെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കേണ്ടി വരും. ഇത് ബർസഖ് എന്ന് പറയുന്ന മറ്റൊരു ലോകമാണ്. അപ്പോ ബർസഖിയായ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പരലോക ജീവിതത്തിന്റെ ആദ്യത്തെ വാതിൽ അത് മരണമാണ്. ഒരു മനുഷ്യന് പ്രധാനമായും 4 ലോകങ്ങളാണുള്ളത്. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പ്രധാനമായും 4 ലോകങ്ങളിലാണ്. ഒന്നാമതായി ആലമുൽ അർവാഹ്. ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവുകളുടെ ലോകം. മുഴുവൻ ഈ ലോകത്തേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഏതൊക്കെ മനുഷ്യർ ദുനിയാവിലേക്ക് വരുമോ അവരുടെ മുഴുവൻ ആത്മാവുകളെയും അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനെ ഒരു ലോകത്ത് അള്ളാഹു വച്ചിട്ടുണ്ട്. അതിനെയാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ആ ആലമുൽ അർവാഹിൽ വെച്ചാണ് മുഴുവൻ മനുഷ്യരോടും അള്ളാഹു, നിങ്ങൾ എന്നെ അള്ളാഹുവായി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആദ്യത്തെ കോൺഫറൻസ് നടത്തിയ കാര്യം പറഞ്ഞു, ആലമുൽ അർവാഹ്. രണ്ടാമത്തത് ആലമുദ്ദുനിയ, ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം. കുറെ നാള് ഉമ്മായുടെ വയറ്റിൽ നമ്മൾ കഴിയും, അതിനുശേഷം ദുനിയാവിൽ നമ്മൾ ജീവിക്കും. ഇതിനെയാണ് ആലമുദ്ദുനിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലോകമുണ്ട് ആലമുൽ ബർസഖ്, മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ നമ്മൾ കഴിയുന്ന ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ അതൊരു ലോകമാണ്, നമ്മൾ കാണുന്ന 6 അടി മണ്ണിന്റെ ആ കുഴിയല്ല. ഖബർ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. നമ്മളുടെ ശരീരത്തെ ചിലപ്പോൾ കുഴിയിലേക്ക് കൊണ്ടുവയ്ക്കുമായിരിക്കും, പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഖബർ എന്ന് പറയുന്നത്. ഖബറിന്റെ ശിക്ഷകൾ, ഖബറിന്റെ പ്രതിഫലങ്ങൾ, ഖബറിലെ അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും ആ കുഴിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അത് വേറൊരു ലോകത്തേക്ക് നമ്മളുടെ ആത്മാവ് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷ അല്ലെങ്കിൽ ഖബറിലെ പ്രതിഫലങ്ങൾ ഖബറിലേക്ക് കൊണ്ടുവച്ച മനുഷ്യന് മാത്രമല്ല കിട്ടുന്നത്. ഒരാളെ കത്തിക്കപ്പെട്ടു, കത്തിച്ച് ചാമ്പലൊക്കെ ആകാശത്തേക്ക് പറത്തിവിട്ടു, അയാൾക്കും ഖബർ ജീവിതമുണ്ട്. ഒരാൾ കടലിൽ വീണ് മരിച്ചു, കടലിൽ നുരുമ്പി നശിച്ചില്ലാതായി, അവനും ഖബർ ജീവിതമുണ്ട്. ഒരാളെ അടക്കാതെ തന്നെ ശരീരത്തെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ഫിർഔന്റെ ശരീരമൊക്കെ വെച്ചിരിക്കുന്നത് പോലെ, അവർക്കും ഖബർ ജീവിതമുണ്ട്. അപ്പൊ ശരീരത്തിന്റെ അംശങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് ആ മനുഷ്യന്റെ ഖബർ. അല്ലാതെ നമ്മൾ കാണുന്ന വെറും കുഴി മാത്രമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടാണ് ഖബർ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നത്. നമ്മളുടെ റൂഹ് ഒരു സ്ഥലത്തുണ്ട്, ആ റൂഹിനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആ റൂഹിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആ റൂഹിനാണ് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്, ആ റൂഹിനാണ് ശിക്ഷകൾ കിട്ടുന്നത്. ഇതൊക്കെ മറ്റൊരു ലോകമാണ്. ഇത് നിഷേധിക്കുന്ന ആളുകൾ സാധാരണ ഖബറിന്റെ കുഴി നോക്കിയിട്ട് ഇതിനകത്തൊന്നുമില്ലല്ലോ, ഈ കുഞ്ഞു കുഴിക്കകത്ത് എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് അനുഗ്രഹം ഉണ്ടാകുന്നു, ഇവിടെ എന്ത് ശിക്ഷയുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിഷേധിക്കുന്നു. യാഥാർത്ഥ്യം എന്താണ്? അതല്ല ഖബർ എന്ന് പറയുന്നത്. ഖബർ ലോകം, ബർസഖിയായ ജീവിതം എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകമാണ്, നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കില്ല. നമ്മളുടെയും അതിൻ്റെയും ഇടയ്ക്ക് ഒരു മറയിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബർസഖ് എന്ന് പറയുന്നത്. ബർസഖ് എന്ന് പറഞ്ഞാൽ മറയെന്ന അർത്ഥം. അപ്പോൾ ആ ലോകത്തിലേക്കുള്ള ഒന്നാമത്തെ കടമ്പ എന്താണ്? ഒന്നാമത്തെ വാതിൽ എന്താണ്? അപ്പോൾ പറഞ്ഞു വന്നത് ലോകങ്ങളെ കുറിച്ചാണ്. മൂന്നാമത്തെ ലോകം ആലമുൽ ബർസഖാണ്. 4ാമത്തെ ലോകമാണ് ആലമുൽ ആഖിറ, പരലോക ജീവിതം. ഖിയാമത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് കാലാകാലത്തെ ജീവിതം. ഒന്നുകിൽ സ്വർഗത്തിന്റെ സുഖങ്ങൾ മാത്രം, അല്ലെങ്കിൽ നരകത്തിന്റെ ശിക്ഷകൾ മാത്രം. അള്ളാഹു നമ്മളെയൊക്കെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കുമാറാകട്ടെ.
അർവാഹകളുടെ ലോകത്ത്, ആലമുൽ അർവാഹിൽ മനുഷ്യന്റെ ജോലി കാത്തിരിപ്പാണ്. എന്നാണ് എന്നെ ദുനിയാവിലേക്ക് അയക്കുക എന്നുള്ള കാത്തിരിപ്പാണ് അവിടുത്തെ ജോലി. ആലമു ദുനിയായിൽ മനുഷ്യൻ അമലുകൾ ചെയ്യേണ്ട സ്ഥലമാണ്, അമലുകൾ ചെയ്ത് സമ്പാദിക്കേണ്ട സ്ഥലമാണ്. ആലമുൽ ബർസഖ് ഈ സമ്പാദിച്ചൊക്കെ പോയതിനു ശേഷം റെസ്റ്റ് എടുക്കേണ്ട സ്ഥലമാണ്. ഖബറിൽ പോയി നമ്മൾ റെസ്റ്റ് എടുക്കുക ചെയ്യുന്നത്. ഖബറിൽ പോകുമ്പോൾ പറയും നം കവനൗമത്തിൽ അറൂസ്, സത്യവിശ്വാസിയായ മയ്യത്താണെങ്കിൽ പറയും നീ പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, ഇത്രയും നാളെ നന്മകൾ ചെയ്ത് ക്ഷീണിച്ചു വന്നതാണ്, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ആലമുൽ ആഖിറത്ത് പ്രതിഫലത്തിന്റെ ദിവസമാണ്. വാലമുൽ അർവാഹ കാത്തിരിപ്പിന്റെ ലോകമാണ്. ദുനിയാവ് അമലുകൾ ചെയ്യേണ്ട ലോകമാണ്. ഖബർ റെസ്റ്റ് എടുക്കേണ്ട ലോകമാണ്. ആഖിറം പ്രതിഫലം വാങ്ങിക്കേണ്ട ലോകമാണ്, പ്രതിഫലം അനുഭവിക്കേണ്ട ലോകമാണ്. അള്ളാഹു നമ്മളെയൊക്കെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട വിശ്വാസം. അതിന്റെ ആദ്യത്തെ പടിയാണ് മരണം. മരണം എന്നുള്ളത്, മൗത്ത് എന്നുള്ളത് ലോകത്താരും നിഷേധിക്കാത്തതായ ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്, പരലോകത്തെ നിഷേധിക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാത്തിനെയും നിഷേധിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? മരണം. മരണം അത്രയും അനിഷേധ്യമായ ഒരു സത്യമാണ്. എല്ലാവരും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ലോകത്തേക്ക് ജീവിച്ചു വരുന്നതായ മുഴുവൻ ശരീരങ്ങളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചതുപോലെ തന്നെ മരണത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. മരണം ഒരു മഖ്ലൂഖാണ്, ഒരു സൃഷ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ച് നമുക്ക് തരികയുണ്ടായി. മരണത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ വരുമ്പോൾ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം, നരകാവകാശികൾ നരകത്തിലേക്ക് പോയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവരും. അതൊരു മഖ്ലൂഖ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ആടിന്റെ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നരകത്തിന്റെ സ്വർഗത്തിന്റെ നടുക്ക് നിർത്തും. എന്നിട്ട് സ്വർഗാവകാശികളോട് ചോദിക്കും, നിങ്ങൾക്കിത് അറിയാമോ? എല്ലാവരും പറയും, ഉറപ്പായിട്ടും പറയാം, ഞങ്ങൾ കണ്ടുമുട്ടിയ യാഥാർത്ഥ്യമാണ്, അത് മരണമാണ്. നരകാവകാശികളോട് ചോദിക്കും, നിങ്ങൾക്കിതറിയാമോ? അതെ, ഞങ്ങൾക്കറിയാം, അത് മരണമാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഈ രണ്ട് കൂട്ടരുടെയും മുമ്പിൽ വെച്ച് ആ ആടിനെ അറുക്കപ്പെടും. അഥവാ മരണത്തെ അറുത്തു, മരണം അവസാനിച്ചു, മരണം മരിച്ചു, ഇനി ആർക്കും മരണം ഉണ്ടാവുകയില്ല. അത് കണ്ടിട്ട് സ്വർഗവാസികൾ സന്തോഷിക്കും, നരകവാസികൾ ദുഃഖിക്കും. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? ഞങ്ങൾ ഈ ദുനിയാവിൽ, ഈ ലോകത്തേക്ക് വന്നു, അഥവാ സ്വർഗത്തിലേക്ക് വന്നു, ഇനി മരണമില്ല, ഇനി ഈ ലോകത്ത് നിന്ന് നമുക്ക് ഒരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല, കാലാകാലം ഇവിടെ സുഖിക്കാം, സന്തോഷിക്കാം, അൽഹംദുലില്ലാ. അവർ സന്തോഷിക്കും മരണത്തെ അറുക്കുന്നത് കണ്ടിട്ട്. നരകാവകാശികളാണെങ്കിലോ അവരുടെ ദുഃഖം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഒരു രക്ഷയും ഉണ്ടാവുകയില്ലല്ലോ, മരണവും അവസാനിച്ചു, ഇനി നമുക്ക് ഈ ലോകത്ത് നിന്ന്, ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ എന്നോർത്ത് അവരുടെ ഓരോ ദിവസവും അവർക്ക് ദുഃഖം കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് മരണം അത്രയും കൂടുതൽ യാഥാർത്ഥ്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയുണ്ടായി. നമ്മളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? വലിയ കച്ചവടങ്ങൾ നടത്തുന്നു, വലിയ വിദ്യാഭ്യാസം നേടുന്നു, വലിയ സമ്പത്ത് കരസ്ഥമാക്കുന്നു, വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നു, അവൻ ബുദ്ധിമാനായ പയ്യനാണ്, അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്, കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നു. അല്ല, ബുദ്ധിമാൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ. ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമാൻ ആരാണ്? അവൻ മനസ്സിലാക്കും, ഈ ലോക ജീവിതം നിസാരമാണ്, താൽക്കാലികമാണ്. എത്രയോ ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനും നാളെ മരിക്കും. അപ്പൊ ഇവിടത്തേക്ക് വേണ്ടി സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? ഇതിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അത് കാലാകാലത്തെ ജീവിതമാണ്. അതിനു വേണ്ടി തയ്യാറാകണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? മൻ ദാന നഫ്സഹു, തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ അടിച്ചമർത്തുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നവനാവും.
നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് തയ്യാറാക്കുന്നു? നാളത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ 2 റക്അത്ത് നമസ്കരിക്കുമ്പോഴും മനസ്സിൽ ചിന്ത വേണം, ഇതെന്റെ നാളെ ആഖിറത്തിലെ പ്രതിഫലത്തിന് വേണ്ടിയാണ്, നാളെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഓരോ ആയത്ത് ഓതുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വരണം, ഞാൻ ഇത് ഓതുന്നത് എന്റെ നാളെ ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറാകണം. ആഖിറത്തിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് ശരിയായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക. മരണം എന്നുള്ളത് അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ മരണത്തിന്റെ ജീവിതത്തിന് ശേഷമുള്ളതിന് വേണ്ടി തയ്യാറാകുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ എത്ര പേര് മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്? മരണത്തെക്കുറിച്ച് ഓർക്കാൻ സത്യത്തിൽ നമുക്ക് പേടിയാണ്. മരിച്ചു പോകുമല്ലോ, നാളെ മരിക്കുമോ, ഇന്ന് മരിക്കുമോ എന്ന മരണത്തെക്കുറിച്ചുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്നത്. ആഖിറത്തിൽ വിശ്വാസമുള്ളവന് മരണത്തെക്കുറിച്ച് പേടിയുണ്ടാവൂല. കാരണം എന്താണ്? അതാണ് യഥാർത്ഥ ജീവിതം. അതിനുവേണ്ടിയാണ് ഞാനിത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചാൽ എൻ്റെ കച്ചവടം എന്താകും? ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം എന്താകും? ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ മരിച്ചാൽ നാളെ എൻ്റെ അവസ്ഥ എന്താകും? ഇത് നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ മരിച്ചാൽ എൻ്റെ നാളത്തെ അവസ്ഥ എന്താകും? ഖബറിൽ എൻ്റെ അവസ്ഥ എന്താകും? മഹ്ശറിൽ എൻ്റെ അവസ്ഥ എന്താകും? അള്ളാഹു എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക? മലക്കുകൾ എന്നോട് എങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുക? എനിക്ക് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾ എത്ര ചിന്തിക്കുന്നുണ്ട്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം, മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ഉറപ്പായിട്ടും വരേണ്ടതാണ് മരണം. പക്ഷേ അതിനു മുമ്പായി നമ്മൾ തയ്യാറാകണം. ഏത് നിമിഷം മരണം വന്നാലും സന്തോഷത്തോടുകൂടി മരണത്തെ സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയായിരിക്കണം, ഒരു തയ്യാറെടുപ്പായിരിക്കണം നമുക്കുണ്ടാകുന്നത്. മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിലൂടെ 3 ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിരുന്നു. 3 ഗുണങ്ങൾ ഉണ്ടാകും. ഒന്നാമതായിട്ട് തഅജീലു തൗബ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും. മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവൻ ഒരിക്കലും പാപങ്ങളെ പിന്തിച്ച് വിടൂല. പിന്നെ തൗബ ചെയ്യാം, പിന്നെ നന്നാകാം, അടുത്ത റമദാൻ വരട്ടെ എന്നിട്ട് നന്നാകാം, 27-ാം രാവ് വരട്ടെ എന്നിട്ട് ചെയ്യാം, ഒരിക്കലുമില്ല. മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവൻ ഉടനെ തന്നെ തൗബ ചെയ്യും. അഥവാ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ, അള്ളാഹുവേ, ഞാൻ ഇപ്പം മരിച്ചുപോയ എന്റെ അവസ്ഥ എന്താകും? ഞാൻ ഈ പാപം ചെയ്യുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ട് അള്ളാഹുവേ, തൗബ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു. അള്ളാഹുവേ, ഞാൻ പാപമോചനം തേടുന്നു. പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവൻ. എത്രയും പെട്ടെന്ന് നന്നാകാനുള്ള തോന്നലുണ്ടാകും. രണ്ടാമതായിട്ട് അൽ ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകും. എന്ത് കിട്ടിയാലും ആ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകും. എന്തിന് ഞാൻ വാശി പിടിക്കുന്നു? എന്തിന് ഞാൻ ഒത്തിരി അത്യാഗ്രഹം കാണിക്കുന്നു? ഏത് നിമിഷവും മരിച്ചു പോകേണ്ടവനാണ് ഞാൻ. പിന്നെ എന്തിന് ഞാൻ അത്യാഗ്രഹം കാണിക്കണം? എന്തിന് നെട്ടോട്ടം ഓടണം? ഈ രീതിയിൽ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സവനുണ്ടാകും മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിലൂടെ. മൂന്നാമതായി നശാത്ത് ഫിൽ ഇബാദ, ഇബാദത്തുകളിൽ ഉത്സാഹമുണ്ടാകും, ആവേശമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. നമ്മളിത് എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? ഇബാദത്തുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ അതല്ല. ഈ നിമിഷം ഞാൻ മരിക്കേണ്ടത്, ഇതെന്റെ അവസാനത്തെ ളുഹർ നമസ്കാരമാണ്. ഇനി എന്റെ ജീവിതത്തിൽ നമസ്കരിക്കാനുള്ള അവസരമേ ഉണ്ടാവൂല. ഇതിനുശേഷം ഞാനിതാ മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ ളുഹർ നമസ്കാരം എങ്ങനെ നമസ്കരിക്കും? ഇതെന്റെ അവസാന നമസ്കാരമാണെന്ന് നമ്മളോട് പറയപ്പെട്ടാൽ മലക്കുൽ മൗത്ത് വന്നിട്ട് പറയുകയാണ്, പെട്ടെന്ന് നിസ്കരിച്ച് തീർന്ന ഉടനെ നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എങ്ങനെ നമസ്കരിക്കും? ഇതുപോലെ ആയിരിക്കണം ഓരോ നമസ്കാരങ്ങളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കാരണം നമുക്കറിയില്ല നമ്മുടെ മരണം എപ്പോഴാണ് വരുന്നതെന്ന്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവൻ, അവന് കിട്ടിയ അവസരം ഏത് ഇബാദത്തിന് വേണ്ടിയാണോ കിട്ടിയത്, അത് ഉത്സാഹത്തോടു കൂടി നമസ്കരിക്കും, അത് ആവേശത്തോടു കൂടി നമസ്കരിക്കും, ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ രീതിയിൽ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. മറിച്ചാണെങ്കിലോ, മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവനാണെങ്കിൽ അവൻ തൗബയെ ഇങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ആകട്ടെ, പിന്നെ നന്നാകാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന തെറ്റുകളെല്ലാം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. മറുഭാഗത്ത് എത്ര കിട്ടിയാലും മതിയാവൂല, ഇനിയും നേടണം, ഇനിയും വേണം. കാരണം എന്താ? മരിക്കുമെന്നുള്ള ചിന്തയേ ഇല്ല അവനക്ക്. അതുപോലെ തന്നെ ഇബാദത്തുകളിലൊന്നും ഉത്സാഹം ഉണ്ടാവൂല. പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനികളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ എല്ലാവരെയും ഏത് സമയത്തും അലട്ടിക്കൊണ്ടിരിക്കണം. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കണം.
പറയാൻ അർഹനല്ല, നമ്മൾ കേൾക്കാനും അർഹനല്ല. കാരണം നമുക്ക് ആർക്കും ഈ ചിന്തയില്ല. അള്ളാഹു നമുക്കൊക്കെ പറഞ്ഞതിന്റെ പേരിൽ, കേട്ടതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാൻ വേണ്ടിയുള്ള വഴികളും കൂടി പറഞ്ഞു തന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പഠിപ്പിച്ചു തന്നിട്ടാ പോയത്. തങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സുഖങ്ങളെ മുറിച്ചു കളയുന്ന, സുഖങ്ങളെ തകർത്ത് കളയുന്നതായ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. എല്ലാ സുഖങ്ങളെയും അവസാനിപ്പിക്കുന്നതാണ് മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ സുഖത്തിൽ ജീവിക്കുന്നവന്റെ സുഖത്തെ ഇല്ലാതാക്കും, ദുഃഖത്തിൽ ജീവിക്കുന്നവന്റെ ദുഃഖവും ഇല്ലാതാക്കും. മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് ഏത് സമയത്തും പ്രയോജനമാണ്. ഒരു മനുഷ്യൻ സുഖലോലുപതയിൽ കഴിയുകയാണ്, അള്ളാഹുവിനെ മറന്നു കഴിയുന്നവരാണെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരും, തൗബ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും, നന്നാവാനുള്ള ആഗ്രഹമുണ്ടാകും. ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിലൂടെ അവനക്ക് സമാധാനമുണ്ടാകും. മരണം വരെയുള്ളൂ ഈ ബുദ്ധിമുട്ട്. എത്ര കഷ്ടപ്പാടാണെങ്കിലും ശരി, എത്ര ത്യാഗമാണെങ്കിലും ശരി, എത്ര രോഗമാണെങ്കിലും ശരി, മരിക്കുന്നതോടെ ഇതെല്ലാം തീരുമല്ലോ, അവന് സമാധാനമുണ്ടാകും. സുഖലോലുപതയിൽ കഴിയുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ ഓർമ്മിക്കാനുമുള്ള അവസരമുണ്ടാകും. അതാണ് മരണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങളെ പ്രധാനമായി പഠിപ്പിച്ചു തന്നു. മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയുള്ള 3 വഴികൾ. ഒന്നാമത്തേത് എന്താണ്? ഇഗ്സിലു മൗതാക്കും. ഇഗ്സിലു മൗതാക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മരിച്ചവരെ കുളിപ്പിക്കുക. മയ്യിത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാവുക. മയ്യിത്തിനെ കുളിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഒരു മയ്യിത്തിന്റെ ഒരു ജനാസയെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ഒരു ദിവസം ഇതുപോലെ ഞാനും കിടക്കേണ്ടതാണ്, എന്നെയും ഒരു ദിവസം ഇതുപോലെ കുളിപ്പിക്കപ്പെടേണ്ടതാണ്, ഞാനും ഒരു ദിവസം ഈ അവസ്ഥയിൽ വരേണ്ടതാണ്. ഓർമ്മയുണ്ടാവും. ഇന്ന് അതിന് ആർക്കും താല്പര്യമില്ല, ആരും പഠിക്കാനുമില്ല. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും, ഇതുപോലുള്ളതായ അനിവാര്യമായ കാര്യങ്ങളിലൊന്നും നമ്മൾ മുമ്പിൽ വരൂല. നമ്മളുടെ സ്വന്തം ബന്ധു മരിച്ചാൽ പോലും എവിടെന്നെങ്കിലും നമുക്ക് ആളുകളെ വിളിപ്പിക്കണം, കുളിപ്പിക്കുന്ന ആളുകൾ. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം, അവർ മാത്രമേ പിന്നെ വരാവൂ, അവർ മാത്രമേ കുളിപ്പിക്കാവൂ. വേറെ നമ്മൾ ആരും അതിന്, സ്വന്തം ആപ്പ മരണപ്പെട്ട് കിടന്നാൽ പോലും ഒരു പക്ഷേ നമ്മൾ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി കയറൂല. കുളിപ്പിക്കണം, മയ്യിത്തിനെ കുളിപ്പിക്കണം. അതിലൂടെ നബി തങ്ങൾ പറഞ്ഞ പ്രയോജനം എന്താണോ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. മയ്യിത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന കാര്യമാണ്. ഇഹ്തിറാം നൽകപ്പെടേണ്ട, ആദരവ് നൽകേണ്ടതാണ് ജനാസ. അത്രയും ആദരവോടുകൂടിയാണ് ജനാസയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞത്. ജനാസ കൊണ്ടുപോകുമ്പോൾ അതിന് കുലുക്കം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് അത്ര ആദരവ് നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ജനാസയോടൊരു അവഗണനയാണ്, ജനാസയോടൊരു അവഗണനയാണ്. നമ്മൾ ഈ വിഷയത്തിൽ മുമ്പോട്ട് വരണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങനെയുള്ള അമലുകൾ നമ്മൾ മുമ്പോട്ട് വരണം. ജനാസ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒന്നാമതായി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരാൻ വേണ്ടി നബിതങ്ങളെ പഠിപ്പിച്ചത് ജനാസ കുളിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സന്നദ്ധരായി പങ്കെടുക്കണം. രണ്ടാമതായിട്ട് വസല്ലു അലൽ ജനായിസ്, ജനാസ നമസ്കാരങ്ങളിൽ നമ്മൾ കൂടുതലായി പങ്കെടുക്കണം. ആര് മരണപ്പെട്ടെന്നറിഞ്ഞാലും ആ ജനാസ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓടിയെത്തണം. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ ജനാസ നമസ്കരിക്കുന്നതിന് വേണ്ടി കൂടുതലായി നമ്മൾ കഷ്ടപ്പെട്ട് പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ആളുകളെ കൊണ്ടുവരും. നമ്മുടെ ജനാസയ്ക്ക് വേണ്ടി അള്ളാഹു ആളുകളെ തയ്യാറാക്കും. ഒരു ബന്ധവുമില്ലാത്ത ഒരു സഹോദരന്റെ ജനാസയെ കുറിച്ച് കേൾക്കുന്നു, പോയി നമസ്കരിക്കാം, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. പോയി നമസ്കരിക്കുന്ന ബഹുമാനികളെ, നമ്മളുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ആളുകളെ തീരുമാനിക്കും. നമ്മളുടെ ജനാസയുടെ മുമ്പിൽ വന്ന് നിന്ന് നമ്മൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത സത്യവിശ്വാസികൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന്. നമുക്ക് അതിൽ പരം എന്ത് സമ്പാദ്യമാ വേണ്ടത്? അതിൽ പരം എന്ത് സമ്പാദ്യമാ വേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ നമ്മളുടെ മുമ്പിൽ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്തൊരു ഭാഗ്യമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ജനാസ നമസ്കാരം പല പള്ളികളിലും ജുമാ നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കാരത്തിന്റെ എലാൻ ചെയ്യും. നമ്മൾ ജനാസ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അതേ വഴി ഇറങ്ങിപ്പോവും. അത് എൻ്റെ ബന്ധുവല്ലല്ലോ, അതാരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഒരിക്കലുമില്ല. അതൊരു സത്യവിശ്വാസിയാണ്. സത്യവിശ്വാസി നമ്മളുടെ സഹോദരനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഓരോ സത്യവിശ്വാസിയും നമ്മളുടെ സഹോദരനാണ്. ആഗ്രഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടി ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എനിക്ക്. ഞാൻ നമസ്കരിക്കും.
ഒരു ഭാഗത്ത് വലിയ കൂലിയുള്ള കാര്യമാണ് ഈ രീതിയിൽ, മറുഭാഗത്ത് മരണത്തെ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മയ്യത്തിന്റെ മുമ്പിൽ ചെന്ന് കൈകെട്ടി നിന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതുപോലെ ഒരു ദിവസം എൻ്റെ ജനാസയും കൊണ്ടുവയ്ക്കപ്പെടാനുള്ളതാണ്. നാളെ എൻ്റെ അവസ്ഥ എന്താകും? അല്ലാഹുവേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകും? ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ ജനാസ നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു പോംവഴി സിയാറത്തുൽ ഖുബൂർ, ഖബറുകളിലെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകണം. കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുമ്പ് സിയാറത്ത് ചെയ്യാൻ പോകുന്നതിന് ഞാൻ തടയുമായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് അനുവാദം തരുന്നു. ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, ആഖിറത്തെ കുറിച്ചുള്ള, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്കത് തരും. അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യണം കേട്ടോ. ഖബറുകളെ സിയാറത്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ തരും. ഒന്ന്, ആ ജനാസയ്ക്ക്, ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. ഖബറിൽ കിടക്കുന്നതായ ജനാസ മയ്യത്ത് നമ്മുടെ ഇബാദത്തുകൾ, നമ്മളുടെ ദുആക്കൾ, നമ്മളുടെ ഈസാൽ സവാബുകൾ, നന്മകൾ, സദഖകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതായ നന്മകളുടെ പ്രതിഫലങ്ങൾ അല്ലാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വലിയ ഇബാദത്തുള്ള കാര്യമാണ്, വലിയ ഇബാദത്താണ്. അതോടൊപ്പം സിയാറത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിലൂടെ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും. ഒരു ദിവസം ഞാനും ഈ മണ്ണിൽ വന്ന് കിടക്കാനുള്ളതാണല്ലോ. എന്തിനാണ് അഹങ്കരിക്കുന്നത്? എന്തിനാണ് വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിന് ഞാൻ ഇങ്ങനെ ഹുങ്ക് കണിച്ച് നടക്കണം? എന്തിന് ഞാൻ ഇങ്ങനെ അള്ളാഹുവിനെ മറന്ന് നടക്കണം? എത്ര അള്ളാഹുവിനെ മറന്ന് നടന്നാലും ഈ മണ്ണിൽ, ആരുടെ മണ്ണിലാണല്ലോ ഞാനും വന്ന് കിടക്കാനുള്ളത്. നാളെ എൻ്റെ അവസ്ഥ എന്താകും? അള്ളാഹു എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? മലക്കുകളോട് ഞാൻ എങ്ങനെ ജവാബ് പറയും? ഈ ഓർമ്മയുണ്ടാകാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ പോലും അനുവാദം നൽകിയത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ, ഖബർ സിയാറത്ത് ഒരു ചടങ്ങായി മാറി. ഒന്ന്, നമ്മൾ സിയാറത്ത് ചെയ്യാനേ പോകൂല. നമ്മുടെ സ്വന്തം ബന്ധുക്കൾ മരണപ്പെട്ടാൽ പോലും നമ്മൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകൂല. രണ്ടാമത്തേത്, സിയാറത്ത് ചെയ്യാൻ പോകുന്നവർ തന്നെ ഒരു ചടങ്ങാക്കി മാറ്റി. അത് പ്രത്യേകമായ ദിവസങ്ങളിൽ, പ്രത്യേകമായ സമയങ്ങളിൽ ഒരു ചടങ്ങാക്കി, ഒരു ആചാരമാക്കി മാറ്റി. മറുഭാഗത്ത് മഹാന്മാരുടെ പോലും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതായ മഹത്തുക്കളുടെ ഖബറുകൾ പോലും ഉത്സവങ്ങളാക്കി മാറ്റുന്നു. എത്ര അപകടകരമാണ്! അതിനുവേണ്ടി ഉറൂസ് എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം തീരുമാനിക്കുന്നു. അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, പാട്ടും കൂത്തും മേളവും നടത്തുന്നു. അവിടെ അള്ളാഹുവിനെതിരായ കാര്യങ്ങൾ, ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരമാക്കി മാറ്റുന്നു. നേരെ ഓപ്പോസിറ്റായിട്ട്, നേരെ എതിരായ കാര്യങ്ങൾ ചെയ്യുന്നു. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഖബർ സിയാറത്ത് അള്ളാഹു അനുവദിച്ചത്, നബിതങ്ങൾ അനുവദിച്ചത്, അതിന് നേരെ എതിരായിട്ടുള്ള കാര്യം. അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ദീനിനെ മറന്നുകൊണ്ട് ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അങ്ങനെയുള്ള മോശമായ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നു മഹാന്മാരുടെ ഖബറുകൾ. ഭയപ്പെടണം സഹോദരങ്ങൾ. സാധാരണ ഒരു മയ്യത്തിന്റെ ജനാസയുടെ അടുക്കൽ പോയിട്ട് പോലും ഇതൊന്നും കാണിക്കാൻ പാടില്ലെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വലി, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകളുടെ ഖബറുകളിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് എത്ര അപകടകരമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യണം. എന്തിനു വേണ്ടി? മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടി, ഹൃദയം മയപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഇബാദത്തുകൾ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മരണം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും അവസാനമല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമില് വിശ്വാസമില്ലാത്തതായ അമുസ്ലിമീങ്ങളായ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? എല്ലാത്തിൻ്റെയും അവസാനമാണ്. മരിച്ചു, അതോടുകൂടി എല്ലാം തീർന്നു. ഒരിക്കലുമില്ല. മരണം എന്ന് പറയുന്നത് ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര മാത്രമാണ്, താമസം മാറൽ മാത്രമാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള താമസം മാറൽ. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരുന്നു, ഇവിടെ നിന്ന് ഖബറാകുന്ന മറ്റൊരു ലോകത്തേക്ക് നമ്മൾ താമസം മാറുന്നു. ഒന്നും അവസാനിക്കുന്നില്ല. സാധാരണ അറബിയിൽ മരണം എന്നുള്ള ഒരു വാക്കിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി, മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരുപാട് വാക്കുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൗത്ത് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പറയുന്ന അറബി പദം. ഒരുപാട് വാക്കുകളുണ്ട്. ഇതെല്ലാത്തിൻ്റെയും അർത്ഥം അവസാനമാണ്. എല്ലാം അവസാനിച്ചു. പരിശുദ്ധമായ ഇസ്ലാം വന്നതിന് ശേഷം, ഖുർആൻ ഇറങ്ങിയതിനു ശേഷം, ഖുർആൻ മരണത്തിന് വേണ്ടി ഒരു പദം പുതുതായി കൊണ്ടുവന്നു. അതാണ് വഫാത്ത്.
വഫാത്ത് എന്ന് നമ്മൾ സാധാരണ പറയുന്ന പദം അറബിയിലെ ഇല്ലാത്തൊരു പദമായിരുന്നു. മരണത്തിന് വേണ്ടി അങ്ങനെ ഒരു പ്രയോഗം ഒരിടത്തും ഇല്ലായിരുന്നു. പരിശുദ്ധമായ ദീൻ വന്നതിന് ശേഷം, ഖുർആൻ വന്നതിന് ശേഷമാണ് വഫാത്ത് എന്നൊരു വാക്ക് പഠിപ്പിച്ചു തന്നത്. അതിലൂടെ തരുന്ന ആശയം എന്താണ്? ഈ മരണം എന്നുള്ളത് ഒന്നിന്റെയും അവസാനമല്ല, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറിത്താമസം മാത്രമാണ്. വഫാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂർണ്ണമായും എടുക്കുക എന്നർത്ഥം. അൽ അഖ്ദു ശൈഇ കുല്ലഹു, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായിട്ടും അള്ളാഹു എടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അതുപോലെ തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും മരിച്ചു പോകുന്നില്ല. ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയല്ലോ, അദ്ദേഹം നാട് നീങ്ങി. മരിച്ചു എന്ന് പറയുന്നതിന് സാധാരണ പറയും നാട് നീങ്ങി എന്ന് പറയും. ഉറുദുവിലൊക്കെ ഇന്തിഖാൽ ഹോഗയാന്ന് പറയും. ഇന്തിഖാൽ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, നാട് നീങ്ങുക. ഇത്രയേ ഉള്ളൂ മരണം, അല്ലാതെ ഒന്നിന്റെയും അവസാനമല്ല. ഒന്നിന്റെയും അവസാനമല്ല. അവസാനമായിട്ട് മരണം എന്നുള്ളത്, മരണത്തിന് കാഠിന്യമുണ്ട് സഹോദരങ്ങൾ. മരണത്തിന് കാഠിന്യമുണ്ട്. സത്യവിശ്വാസിയായാലും ശരി, അവിശ്വാസിയായാലും ശരി, എല്ലാവർക്കും മരണത്തിന്റെ കാഠിന്യം അനുഭവിക്കുക തന്നെ വേണം. ഇന്നലിൽ മൗതി ലസക്കറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും മരണത്തിന്റെ സമയത്ത് പറഞ്ഞു പോയി, ആയിഷ, മരണത്തിന് ഭയങ്കര കടുപ്പമാണ്, മരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നബിതങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മരണത്തിന്റെ കാഠിന്യതയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഒരാള് മരണപ്പെടുന്നു, വളരെ ബുദ്ധിമുട്ട് സഹിച്ച് മരണപ്പെടുന്നു. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇയാള് മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഇയാൾ നരകാവകാശിയാണെന്ന് കണക്കാക്കാൻ പാടില്ല. ഒരാൾ വളരെ സുന്ദരമായ രീതിയിൽ മരണപ്പെടുന്നു എന്ന് കരുതി അയാൾ സത്യവിശ്വാസിയാണെന്നോ അല്ലെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണെന്നോ പറയാൻ പറ്റൂല. എന്താണ് കാരണം? ഒരു സത്യവിശ്വാസിയാണെങ്കിൽ ഒരു പക്ഷേ അവന് വേണ്ടി, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദറജ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ അമലുകൾ കൊണ്ട് അവൻ ദറജയിലേക്ക് എത്തിയിട്ടുണ്ടാവൂല. അപ്പോൾ അവസാനം എന്ത് ചെയ്യും? മരണത്തിന്റെ സമയത്ത് അവനക്ക് കാഠിന്യം കൊടുക്കും, ബുദ്ധിമുട്ട് കൊടുത്തിട്ട് ആ കഷ്ടപ്പാടും കൂടെ അനുഭവിപ്പിച്ചിട്ട് അവനെ ആ ദറജയിലേക്ക് എത്തിക്കും. അപ്പോൾ ഒരു സത്യവിശ്വാസിക്കും ചിലപ്പോൾ മരണത്തിന്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവൻ നരകാവകാശിയാണെന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. ഒരു അവിശ്വാസിയായ മനുഷ്യൻ വളരെ സുന്ദരമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ മരണപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് അവൻ സ്വർഗാവകാശിയാണെന്നും പറയാൻ കഴിയില്ല. കാരണം അവൻ ദുനിയാവിൽ ചെയ്തതായ നന്മകൾ, അതിന്റെ പ്രതിഫലമൊക്കെ ദുനിയാവിൽ തന്നെ അല്ലാഹു കൊടുത്തു തീർക്കും. ആഖിറത്തിൽ ഒന്നും ബാക്കി വെക്കൂല. അപ്പൊ ഏതെങ്കിലും നന്മയുടെ പ്രതിഫലം അവന് കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ടാകും. മരണത്തെ എളുപ്പമാക്കിക്കൊണ്ട് ആ പ്രതിഫലം കൂടി തീർക്കും. പിന്നെ ആഖിറത്തിൽ മുഴുവനും ശിക്ഷയായിരിക്കും. അപ്പൊ ചിലപ്പോൾ നല്ല സുന്ദരമായ രീതിയിലായിരിക്കും അവൻ മരിക്കുന്നത്, ചിരിച്ചുകൊണ്ട് സന്ദേശം നൽകിക്കൊണ്ടായിരിക്കും മരിക്കുന്നത് എന്ന് കരുതി അവൻ സ്വർഗാവകാശിയാണെന്നും പറയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മരണത്തെ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ആളുകളുടെ അടുക്കൽ വെച്ച്, ഏറ്റവും നല്ല സാഹചര്യത്തിൽ, നല്ല രൂപത്തിൽ, നല്ല ഏതെങ്കിലും നല്ല ഇബാദത്തുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.